ഹായ്, ഞാൻ ഡോക്ടർ അജ്മൽ റഹീം, സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രീഷ്യൻ, അൽസോറ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. മിക്ക അമ്മമാർക്കുമുള്ള ഡൗട്ടാണ് 6 മന്ത്സിന് ശേഷം ബേബീസ് എന്ത് ഫുഡ് സ്റ്റാർട്ട് ചെയ്യണം. 6 to 8 മന്ത്സിൽ ഇനീഷ്യലി ഞങ്ങൾ പ്യൂരീസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് പ്രിഫേർഡ്. അതേപോലെ തന്നെ ലൈക്ക് സിറിയൽസ്, റൈസ്, അങ്ങനെ ഐറ്റംസ് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ കൂരവ്, കുറുക്ക് അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 8 to 10 മന്ത്സിൽ പ്യൂരീസ് മാറി കുറച്ച് മാഷ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കുറച്ചും കൂടെ സോളിഡ് ആയിട്ട് കൊടുക്കുക. നമുക്ക് ഷ്രെഡഡ് ചിക്കൻസ്, അതേപോലെ തന്നെ നമുക്ക് ബ്രൊക്കോളി, അങ്ങനെയെല്ലാം നമുക്ക് ഷ്രെഡ് ചെയ്തിട്ട് മാഷ് ചെയ്ത് റൈസിനോട് മിക്സ് ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് എന്തൊക്കെ ഫുഡ്സാണ് അവോയ്ഡ് ചെയ്യുന്നത്? ഹണി, അതേപോലെ തന്നെ ഷുഗർ, സോൾട്ട്, പിന്നെ ഹോൾ നട്ട്സ്. ഹോൾ നട്ട്സ് എന്തുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആസ്പിറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചോക്കിങ്ങിനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ടാണ് ഹോൾ നട്ട്സ് കൊടുക്കേണ്ടാത്തത്. ഗ്രൈൻഡ് ചെയ്തിട്ട് പൗഡർ ഫോമിലായിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പീനട്ട് ആണെങ്കിൽ ബട്ടർ ഫോമിൽ കൊടുക്കാം. പീനട്ട് നമ്മൾ പീനട്ട് ബട്ടറായിട്ടും ആൽമണ്ട് ബട്ടറായിട്ടും കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നോർമലി നമ്മൾ എപ്പോൾ ഫുഡ് നിർത്തണം എന്ന് പറയുന്നത് ബേബീസിൻ്റെ ക്യൂസ് വെച്ചിട്ടാണ്. ലൈക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ബേബീസ് മുഖം തിരിക്കുക, അല്ലെങ്കിൽ പിന്നെ കരഞ്ഞു തുടങ്ങുക. പിന്നെ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കാൻ നിൽക്കരുത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ ആ ഫുഡിലേക്കുള്ളൊരു ഇൻട്രസ്റ്റ് മാറി വരും. മെയിനായിട്ട് നമ്മൾ ഫുഡ് കൂടുതൽ ഓവറായിട്ട് കൊടുക്കേണ്ട, ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അലർജി ഉള്ള ഫുഡ്സ് നമുക്ക് ജസ്റ്റ് നോക്കണം. ലൈക്ക് എഗ് വൈറ്റ്, അതേപോലെ തന്നെ നമുക്ക് നട്ട്സൊക്കെ അലർജി വരാനുള്ള ചാൻസ് ഉണ്ടാകും. അങ്ങനത്തെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 to 3 ഡേയ്സ് വെയിറ്റ് ചെയ്യുക. അലർജിയുടെ സൈൻസ് ലൈക്ക് ഇനി ഇച്ചിങ്ങോ ഫേസിൽ ബോഡിയിൽ റാഷസ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പം 1 year വരെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും സ്റ്റാർട്ട് ചെയ്യുക. മെയിനായിട്ട് അയൺ റിച്ച് ഫുഡ്സാണ് കൂടുതൽ കൊടുക്കേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മെയിനായിട്ട് പാല് കൊടുക്കുമ്പോൾ അയണിൻ്റെ കണ്ടൻറ്റ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അയൺ ഡെഫിഷ്യൻസി അനീമിയ 6 മന്ത്സിന് ശേഷം നല്ല കോമൺ ആയതുകൊണ്ട് അയൺ റിച്ച് ഫുഡ്സ് കൊടുക്കുക. ഇപ്പം നല്ല പോപ്പുലർ ആയിട്ടുള്ളതാണ് ബോൺ മാരോ. ബോൺ മാരോ ആക്ച്വലി നല്ല അയൺ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ബോൺ മാരോ നല്ല യൂസ്ഫുൾ ആണ് കിഡ്സിന് വേണ്ടി. പിന്നെ നമുക്ക് ബ്രൊക്കോളി, പാലക്ക്, അനാറ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ അയൺ റിച്ച് ആയതുകൊണ്ട് നമുക്ക് അത് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള പീഡിയാട്രീഷ്യനായിട്ട് കൺസൾട്ട് ചെയ്യുക. താങ്ക് യു.